ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന അതിശക്തനായ അസുരനായിരുന്നു രാവണ സഹോദരനായിരുന്ന കുംഭകർണൻ. 1000 ആനകളുടെ കരുത്തുണ്ടായിരുന്ന യോദ്ധാവായിരുന്നു കുംഭകർണൻ. ദ്വാപരയുഗത്തിൽ ജീവിച്ചിരുന്ന ശക്തനായ രാക്ഷസനായിരുന്നു ഘടോത്കചൻ എന്ന ഭീമപുത്രൻ. മാതാവായ ഹിഡുംബിയിൽ നിന്നും ഘടോത്കചൻ നിരവധി മായാവിദ്യകൾ പഠിച്ചു. 2 യുഗങ്ങളിൽ ജീവിച്ചിരുന്ന ഇവർ ഒരിക്കലും ഏറ്റുമുട്ടിയിരുന്നില്ല. എങ്കിലും മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ശക്തരായ യോദ്ധാക്കളെ താരതമ്യം ചെയ്യുന്ന ഈ സീരീസിലെ 2ാമത്തെ വീഡിയോ. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. വിശ്രവസിന് കൈകസിയിൽ ജനിച്ച പുത്രന്മാരായിരുന്നു രാവണനും വിഭീഷണനും കുംഭകർണനും. രാവണനൊപ്പം കുംഭകർണനും ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. ബ്രഹ്മദേവൻ രാവണന് വരം നൽകുന്നത് കണ്ട് ഭയന്ന ദേവകൾ കുംഭകർണൻ കൂടി ഇതുപോലെ വരം വാങ്ങിയാൽ അപകടമാണെന്ന് മനസ്സിലാക്കി കുംഭകർണൻ വരം ചോദിക്കുന്ന സമയം സരസ്വതി ദേവി അദ്ദേഹത്തിൻ്റെ നാവിൽ വിളയാടി. നിർദേവത്വം എന്ന വരം ചോദിക്കാനൊരുങ്ങിയ കുംഭകർണൻ ചോദിച്ചത് നിദ്രാവത്വം എന്നായി. അതനുസരിച്ച് അദ്ദേഹത്തിന് ഉറങ്ങുവാനുള്ള വരം ബ്രഹ്മദേവൻ നൽകി. ഇത് കേട്ട് ദുഃഖിതനായ രാവണൻ അനുജന്റെ വരം മാറ്റി നൽകണമെന്ന് ബ്രഹ്മദേവനോട് അപേക്ഷിച്ചു. എന്നാൽ നൽകിയ വരം തിരികെ എടുക്കുവാനാവില്ലെന്നും അതിനാൽ കുംഭകർണൻ 6 മാസം ഉറങ്ങുകയും 6 മാസം ഉണർന്നിരിക്കുകയും ചെയ്യുമെന്ന് അനുഗ്രഹിച്ചു. ഉണർന്നിരിക്കുന്ന 6 മാസം കുംഭകർണനെ വധിക്കുവാൻ ആർക്കും സാധിക്കില്ലെന്ന വരവും ബ്രഹ്മദേവൻ അദ്ദേഹത്തിന് നൽകി. ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയായിരുന്നു കുംഭകർണനെ രാവണൻ യുദ്ധത്തിനയച്ചത്. അതിനാൽ ശ്രീരാമൻ അദ്ദേഹത്തെ വധിക്കുവാൻ സാധിച്ചു. ഭീമസേനന് വനവാസകാലത്ത് ഹിഡുംബി എന്ന രാക്ഷസിയിൽ പിറന്ന പുത്രനായിരുന്നു ഘടോത്കചൻ. പിറന്ന ഉടൻ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ ഘടോത്കചന് 1000 ആനകളുടെ ശക്തി ഉണ്ടായിരുന്നു. ഹിഡുംബി തൻ്റെ പുത്രനെ എല്ലാത്തരം മായാവിദ്യകളും പഠിപ്പിച്ചു. കൂടാതെ അസ്ത്രവിദ്യയിലും അദ്ദേഹം കേമനായിരുന്നു. സ്വന്തം ശരീരം ചെറുതാക്കുവാനും പർവ്വതത്തോളം വലുതാക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. കുംഭകർണൻ അസ്ത്രവിദ്യ അറിയാമായിരുന്നതായി രാമായണത്തിൽ പ്രതിപാദിക്കുന്നില്ല. അദ്ദേഹം തൻ്റെ ഭയാനകരമായ രൂപം ഉപയോഗിച്ച് ശത്രുക്കളെ ചവിട്ടിയരച്ചും വായിലിട്ട് ചവച്ചരച്ചും കൊന്നൊടുക്കി. കൂടാതെ അദ്ദേഹം തൻ്റെ ദിവ്യമായ ശൂലം ഉപയോഗിച്ചും ശത്രുക്കളെ വധിച്ചു. ദിവ്യാസ്ത്ര പരിജ്ഞാനം അദ്ദേഹത്തിനില്ലായിരുന്നു. ഘടോത്കചനാകട്ടെ അസ്ത്രവിദ്യയും ദിവ്യാസ്ത്ര പരിജ്ഞാനവും ഉണ്ടായിരുന്നു. കായിക ബലത്തിൽ ഇരുവരും സമന്മാരായിരുന്നു. അതിനാൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ അസ്ത്രവിദ്യയിൽ മികവ് തെളിയിച്ച ഘടോത്കചൻ ദിവ്യാസ്ത്രം ഉപയോഗിച്ച് കുംഭകർണനെ പരാജയപ്പെടുത്തും. ശരീര വലുപ്പത്തിൽ തുല്യരായ ഇരുവരും ഗദായുദ്ധം നടത്തിയാലും ഗദായുദ്ധത്തിൽ നിപുണനായ ഘടോത്കചൻ തന്നെ വിജയിക്കും. എന്നാൽ കുംഭകർണൻ അതീവ ശക്തനായ യോദ്ധാവായിരുന്നു എന്ന് രാമായണ യുദ്ധത്തിൽ അദ്ദേഹം നടത്തിയ പോരാട്ടത്തിൽ നിന്നും മനസ്സിലാക്കാം. രാമരാവണ യുദ്ധത്തിൽ യുദ്ധക്കളത്തിലിറങ്ങിയ കുംഭകർണൻ ഘോരമായ ഗർജനം മുഴക്കി. ആ ശബ്ദം ലങ്കാ നഗരത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചു. ആ ഭയാനകരമായ ഗർജനം കേട്ട് വാനര സൈന്യം ഒന്നടങ്കം പേടിച്ചു വിറച്ചു. വാനരന്മാർ മലകളും പർവ്വതങ്ങളും പിഴുതെടുത്ത് കുംഭകർണന് നേർക്ക് എറിഞ്ഞു. എന്നാൽ അദ്ദേഹം അവയെല്ലാം നിഷ്പ്രയാസം തടുത്തുകൊണ്ട് വാനര സൈന്യത്തെ ചവിട്ടിയരച്ചു. ഇതുകണ്ട ഹനുമാൻ ഉഗ്രമായ ഒരു പാറ പൊക്കിയെടുത്ത് കുംഭകർണന് നേർക്ക് എറിഞ്ഞു. കുംഭകർണന് പരിക്കേറ്റു. കുപിതനായ അദ്ദേഹം തൻ്റെ ദിവ്യമായ ശൂലമെടുത്ത് ഹനുമാന് നേർക്ക് എറിഞ്ഞു. ശൂലം മാറിൽ തറച്ച ഹനുമാൻ നിലത്ത് വീണു. ആഞ്ജനേയന്റെ വീഴ്ച മറ്റു വാനരന്മാരെ പ്രകോപിപ്പിച്ചു. അവർ കുംഭകർണനുമായി ഏറ്റുമുട്ടി. എങ്കിലും അവരിൽ ആർക്കും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചില്ല. സുഗ്രീവനും കുംഭകർണനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു. എങ്കിലും ഒടുവിൽ അദ്ദേഹവും രാവണ സഹോദരന്റെ മുന്നിൽ പരാജയപ്പെട്ടു. ലക്ഷ്മണനുമായി ഏറ്റുമുട്ടിയ കുംഭകർണന് നേർക്ക് ലക്ഷ്മണൻ അസ്ത്രങ്ങൾ അയച്ചു. എങ്കിലും അതൊക്കെ രാവണ സഹോദരൻ തൻ്റെ ഗദ കൊണ്ട് തട്ടിമാറ്റി. ഒടുവിൽ ശ്രീരാമൻ നേരിട്ടെത്തി.
രാമന്റെ ശരപ്രയോഗത്താൽ കുംഭകർണന്റെ ഗദ നഷ്ടപ്പെട്ടു. നിരവധി അസ്ത്രങ്ങൾ ശരീരത്തിൽ തറച്ചു. രാമൻ വായവ്യാസ്ത്രം കൊണ്ട് അസുരന്റെ വലത് കരവും ഐന്ദ്രാസ്ത്രം ഉപയോഗിച്ച് ഇടത് കരവും മുറിച്ചു മാറ്റി. ഒടുവിൽ ഐന്ദ്രാസ്ത്രം ഉപയോഗിച്ച് തന്നെ രാമൻ കുംഭകർണന്റെ ശിരസ് ഛേദിച്ചു. രാവണ സഹോദരൻ നടത്തിയ ഈ പോരാട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം അതിശക്തനായ യോദ്ധാവായിരുന്നു എന്ന്. ലക്ഷ്മണനും സാക്ഷാൽ ഹനുമാന് പോലും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചില്ല. എന്നാൽ ഘടോത്കചൻ ഇവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അദ്ദേഹത്തിന് ഇന്ദ്രജിത്തിനെ പോലെ മായാവിദ്യകൾ വശമുണ്ടായിരുന്നു. കൂടാതെ ദിവ്യാസ്ത്രങ്ങളും അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. കുംഭകർണനോളം തന്നെ സ്വന്തം ശരീരം വലുതാക്കുവാനും ഭീമപുത്രന് സാധിക്കുമായിരുന്നു. അതിനാൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ശക്തമായ ഒരു പോരാട്ടം നടക്കുമെങ്കിലും ഒടുവിൽ വിജയം ഭീമപുത്രന് തന്നെയായിരിക്കും. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഘടോത്കചൻ പോരിനിറങ്ങിയതോടുകൂടി കൗരവ സൈന്യത്തിന് കനത്ത നാശം സംഭവിച്ചു. ഭീമപുത്രന്റെ മായായുദ്ധത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ ആർക്കും സാധിച്ചില്ല. ഘടോത്കചനോട് ഏറ്റുമുട്ടുവാൻ മറ്റൊരു രാക്ഷസനായ അലായുധനെ ദുര്യോധനൻ യുദ്ധത്തിനിറക്കി. അലായുധനും മായായുദ്ധ പ്രവീണനായ മറ്റൊരു രാക്ഷസനായിരുന്നു. തുല്യ പരാക്രമികളായ അവരുടെ ശക്തമായ പോരാട്ടത്തിന്റെ ഫലമായി ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. അലായുധൻ മേൽപോട്ട് പൊങ്ങി ആകാശത്ത് നിന്നുകൊണ്ട് പല മായാജാലങ്ങളും പ്രയോഗിക്കുവാൻ തുടങ്ങി. ഉടൻ തന്നെ ഘടോത്കചനും ആകാശത്തേക്ക് ഉയർന്ന് അലായുധനുമായി ഏറ്റുമുട്ടി. ഒടുവിൽ ഘടോത്കചൻ അലായുധന്റെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് അവന്റെ കഴുത്തറുത്തു മാറ്റി. ഘടോത്കചന്റെ വീരപരാക്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അവന്റെ മൂർച്ചയേറിയ അമ്പുകളേറ്റ് കൗരവ സൈന്യം മരിച്ചു വീണു. അവനോട് ഏറ്റുമുട്ടിയ അശ്വത്ഥാമാവും കർണനും രാക്ഷസന്റെ ആയോധന പാടവത്തിലും മായാവിദ്യ പ്രകടനത്തിലും കുടുങ്ങി നട്ടം തിരിഞ്ഞു. ഘടോത്കചന്റെ മായാവിദ്യ കൊണ്ട് രണഭൂമിയിലാകെ ശിലാവർഷമുണ്ടായി. തികച്ചും അപ്രതീക്ഷിതമായി ആകാശത്ത് നിന്നും വരുന്ന വലിയ പാറക്കഷ്ണങ്ങളെ ആർക്കും തടുക്കുവാൻ സാധിച്ചില്ല. ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് കർണൻ മായാവിദ്യകളെ തടഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും സമയം ചെല്ലുന്തോറും അത് അസാധ്യമായി തീർന്നു. രാക്ഷസന്റെ മായാശക്തിയാൽ പോർക്കളത്തിന്റെ പല ഭാഗത്തും പെട്ടെന്ന് അഗ്നി ആളിക്കത്തും. മറ്റു ചിലപ്പോൾ ആകാശത്തു നിന്നും വജ്രം, ശക്തി, മുസലം, ശൂലം, ഖഡ്ഗം, തോമരം, ഗദ തുടങ്ങിയ ആയുധങ്ങൾ ആയിരക്കണക്കിന് കൗരവ സൈന്യത്തിന് മേൽ പതിക്കും. കണക്കില്ലാതെ സൈന്യങ്ങളും ആനകളും കുതിരകളും തേരും നശിച്ചു. കർണനും അശ്വത്ഥാമാവും തങ്ങളുടെ പക്കലുള്ള പല ദിവ്യാസ്ത്രങ്ങളും ഭീമപുത്രന് നേർക്ക് പ്രയോഗിച്ചു. എന്നാൽ ദിവ്യാസ്ത്രങ്ങൾ കൈവശമുള്ള ഭീമപുത്രൻ അതിന് തക്ക ദിവ്യാസ്ത്രങ്ങൾ തിരിച്ചും പ്രയോഗിച്ചു. യുദ്ധഭൂമിയിൽ ഘടോത്കചനും കുംഭകർണനും ശത്രുപക്ഷത്തിന് വരുത്തിയ നാശം വിവരിക്കുന്നതിൽ നിന്നും ഘടോത്കചന്റെ മേൽക്കൈ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കുംഭകർണൻ ശത്രുപക്ഷത്തിന് നാശം വരുത്തുവാൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ല. തൻ്റെ ഭീമാകാരമായ ശരീരബലം ഉപയോഗിച്ച് വലിയ മലകളും പാറകളും ശത്രുവിന് നേരെ വലിച്ചെറിയുകയും അവരെ തൻ്റെ കൈയും കാലും ഉപയോഗിച്ച് ഞെരിച്ചു കൊല്ലുകയുമായിരുന്നു ചെയ്തിരുന്നത്. അദ്ദേഹം യുദ്ധത്തിന് ഉപയോഗിച്ചത് തൻ്റെ ശൂലം മാത്രമായിരുന്നു. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് അസ്ത്രപാടവം ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ ശരീരബലവും ആകാരവലിപ്പവും കുംഭകർണനോളം തന്നെയുള്ള ഘടോത്കചന് രാവണ സഹോദരനില്ലാത്ത അസ്ത്രപാടവവും മായാപ്രയോഗങ്ങളും വശമുണ്ടായിരുന്നു. അതിനാൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു എങ്കിൽ വിജയം ഘടോത്കചനായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീരാമൻ കുംഭകർണനെ വധിക്കുവാൻ ഉപയോഗിച്ച ഐന്ദ്രാസ്ത്രവും വായവ്യാസ്ത്രവും അശ്വത്ഥാമാവിൻ്റെയും കർണന്റെയും കൈവശമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും ഘടോത്കചന്റെ മുൻപിൽ വിലപ്പോയില്ല. ഒടുവിൽ ഇന്ദ്രദേവൻ അർജുനനെ വധിക്കാനായി കർണന് നൽകിയ ഏകപുരുഷ ഘാതിനി എന്ന ദിവ്യമായ വേൽ പ്രയോഗിച്ചായിരുന്നു കർണൻ ഘടോത്കചനെ വധിച്ചത്. ഇതിൽ നിന്നും കുംഭകർണനേക്കാൾ ശക്തൻ ഘടോത്കചൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. ഈ സീരീസിലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പുരാണ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.